നമസ്കാരം. ശരീരത്തിൽ എല്ലായിടത്തും നീർക്കെട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ വേദന, ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇടയ്ക്കിടയ്ക്ക് ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാവുക, ചുട്ടുപുകച്ചിൽ, ദേഹത്തിന് കൂടുതൽ താപം തോന്നിക്കുന്നൊരവസ്ഥ, രക്തദുഷ്ടി ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഒരു കുളിയിലൂടെ ആശ്വാസം പകരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വാസമാവോ? ശരിയാണ്. ഒരു കുളിക്കുന്ന വെള്ളത്തിൽ എന്ത് ചേർക്കണം എന്നുള്ളതിലാണ് കാര്യം. ഇത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ അകറ്റുമെന്ന് മാത്രമല്ല, ചർമ്മത്തിന് നല്ല തിളക്കം കിട്ടാനും ചർമ്മത്തിൽ വരുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ, കളറിൽ വരുന്ന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഇടയ്ക്ക് പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ വരുന്നതും, ഇച്ചിങ്, സോറിയാസിസ് പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ നമ്മുടെ ചർമ്മത്തിന് പല രീതിയിൽ ബാധിക്കാറുണ്ട് പല കാര്യങ്ങളും. ഇതിനെല്ലാം തന്നെ ഇതിലൂടെ മാറ്റാനായിട്ട് പറ്റും. ഒരൊറ്റ ഇൻഗ്രീഡിയൻ്റ് പ്രധാനമായിട്ട് നമുക്കിതിന് ആവശ്യമുള്ളൂ. വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഏതാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ദേജെ. ശരീരത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടാവും. വളരെ നിസ്സാരമായിട്ടുള്ള കാരണമാണെങ്കിലും ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തുടങ്ങുന്നത്. ശരീരത്തിൽ നേർക്കിട്ട് അഥവാ വീക്കം ഉണ്ടാകുക വളരെ സാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. പരിക്കോ അണുബാധയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളോ ഉണ്ടാകുമ്പോൾ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിരോധ മാർഗമാണിത്. വളരെ പെട്ടെന്ന് വന്നു പോകുന്ന നീർക്കെട്ടുകളുണ്ട്, അതുപോലെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നീർക്കെട്ടുകളും ഉണ്ട്. ഇത് ശരീരത്തിൽ നിന്ന് സുഖപ്പെടാനുള്ള ശരീരത്തിൻ്റെ ശ്രമം പല ലക്ഷണങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. നീർക്കെട്ടുകളെ ഭയക്കേണ്ടതില്ലെങ്കിലും അവ തിരിച്ചറിയേണ്ടതും കൃത്യമായി പരിഗണിക്കേണ്ടതും വളരെ അത്യാവശ്യവും കൂടിയാണ്. ഉദാഹരണത്തിന് സന്ധികളിലൊക്കെ തന്നെ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ആ ഭാഗം നമുക്ക് ചലിപ്പിക്കാൻ കഴിയാതെ സ്റ്റിഫായതുപോലെയൊക്കെ തന്നെ വരാം. അത് പിന്നെ വേദനയിലേക്ക് നയിക്കും. വളരെ അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാവും. നമ്മൾ വിചാരിച്ചതുപോലെ സന്ധികളൊന്നും അനക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് തുടങ്ങുന്നതെങ്കിലും പിന്നീട് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് മാറും. ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സന്ധികളിൽ വരുന്ന ഈ നീർക്കെട്ട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളെ മാറ്റാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെള്ളമാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം നാൽപ്പാമര പട്ട ചേർക്കുന്നതാണ്. ഈ നാൽപ്പാമരം എന്ന് പറഞ്ഞാൽ നെഗ്രോദോ ദുംബര ശ്വത്ത പ്ലക്ഷ ത്വക് രക്തപിത്തജിത്ത് എന്നുള്ളതിൽ പറയുന്നു. ഇത് രക്തപിത്ത വികാരങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ്. ആൽ, അരയാൽ, ഇത്തി, പേരാല്, ഇങ്ങനെയുള്ള ഇത്തരം 4 കാര്യങ്ങൾ ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ നാൽപ്പാമരം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് രക്തപിത്ത രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ചുട്ടുപുകച്ചിലോ, സ്കിൻ റാഷസോ, ചൊറിച്ചിലോ, അൾസർ, അസിഡിറ്റി, അമിതമായിട്ടുള്ള ചൂട്, ഇതൊക്കെ പെടാം. അതുപോലെ കഷായ രസ ശീതല ത്വക് ദോഷഹര എന്നുള്ളതാണ് പറയുന്നത്. കഷായ സ്വഭാവവും ശീതഗുണവുമുള്ള ഇവ ചർമ്മദോഷം കുറയ്ക്കാൻ ഏറെ നല്ലതാണ്. ഇത് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ മാറ്റും എന്നുള്ളതിന് പുറമെ ഇത് എല്ലാം കൂടെ 4 എണ്ണം കൂടെ ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ഈ ഒരു നാൽപ്പാമര പട്ട എന്ന് പറഞ്ഞാൽ അങ്ങാടിക്കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിട്ട് കഴിഞ്ഞാൽ സ്കിന്നിൽ നല്ലൊരു രക്തപ്രവാഹമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്കിന്ന് നല്ല യങ്ങായിട്ടിരുത്താനും ആ ഒരു റേഡിയൻ ഗ്ലോ ഒക്കെ നിലനിർത്താൻ സഹായിക്കുന്നതാണ്. ഈ വേദനയും നീർക്കെട്ടും കുറയ്ക്കുന്നതിന് പുറമേ ഉള്ളൊരു ഗുണം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതുണ്ട്. 20 മുതൽ 30 ഗ്രാമൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ചീളുകളായിട്ട് കിട്ടും. അതൊന്ന് കിഴി കെട്ടിയിട്ട് ഒരു 3-5 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത് പിറ്റേ ദിവസം നമ്മൾ കുളിക്കുന്ന വെള്ളം കൂടെ ചേർത്തിട്ട് ആക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേദനയും നീർക്കെട്ടൊന്നുമില്ല, അല്ലാതെ മുഖത്ത് മാത്രം ഒരു ക്ഷാലനം പോലെ അല്ലെങ്കിൽ കഴുകാനായിട്ട് മാത്രമാണെങ്കിലും ആ വെള്ളം എടുത്തിട്ട് മുഖം ഡെയിലി വാഷ് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ്. മുഖത്തിന് നല്ലൊരു പ്രസരിപ്പ് കിട്ടാനും ഈ പറഞ്ഞിട്ടുള്ള സ്കിന്നിനെ ഒന്ന് ലൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. നാൽപ്പാമരാതി വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, അത് മറ്റനേകം ആയുർവേദ കൂട്ടുകൾ ചേർന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നെങ്കിലും പ്രധാന ഇൻഗ്രീഡിയൻ്റ് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നീർക്കെട്ട് ഉള്ള ഭാഗങ്ങളിലും അതുപോലെ നമുക്ക് മസിലിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ചും വേദഗുളിയിൽ ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് ഈ ഒരു ആയാസകരമായിട്ടുള്ള പ്രസവത്തിന് ശേഷം ബോഡിയിലെ ആ നീർക്കെട്ടും വേദനയും ഒക്കെ കുറയ്ക്കാൻ തന്നെയാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇനി ഇങ്ങനെ കുളിക്കുന്ന ഒരു ടിപ്പ്, ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ലോക്കലൈസ്ഡ് ഏരിയയിലാണ് വല്ലാണ്ട് നീരും വേദനയും അനുഭവപ്പെടുന്നത്, ഇപ്പോൾ മുട്ടിന് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറിക്കിട്ടാനുള്ള ഒരു എളുപ്പ വഴി മുൻപ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മുരിങ്ങയുടെ ഇല നന്നായിട്ട്
കല്ലുപ്പും കൂടെ ചേർത്തിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ആ വേദനയുള്ള ഭാഗത്ത് വെച്ചിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അത്രയും സമയം അത് അവിടെ ഇരുന്നോട്ടെ. അതിനുശേഷം എടുത്ത് കളഞ്ഞാൽ വളരെ നല്ല വ്യത്യാസമുണ്ട്. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടുള്ള കേസുകളും ഉണ്ട്. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കാണുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കിഴി കിട്ടി ഇടുന്നതിന് കൂടെ തന്നെ കുറച്ച് ഇലകളും കൂടെ ചേർത്തിട്ട് ഇടാം കേട്ടോ. അതിൽ പഴുത്ത പ്ലാവില 3 എണ്ണം, ഒരു പിടി പേരയില, അതുപോലെ വാദംകൊല്ലി ഇല, കഴിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇല ഒരു പിടി, ഒരു ചിരട്ട കൂടെ ചേർക്കാം. അതുപോലെ മുച്ചിങ്ങ, നമ്മുടെ തെങ്ങിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ കാര്യമില്ല, അതിന് ഓരോ പ്രാദേശികമായിട്ട് ഓരോരോ പേരിലാണ് അറിയപ്പെടുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് ദേഹത്ത് ഒഴിക്കാനായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതിലേതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാലും കാര്യമില്ല, ഈസി ആയിട്ട് കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ആ ഒരു നീർക്കെട്ടിനെയൊക്കെ നിശേഷം മാറ്റാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴും നിങ്ങൾ വേദനാ സംഹാരികളെ മാത്രം ആശ്രയിക്കേണ്ടതില്ല. ഇതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല, ഈ ഒരു ഇൻഫ്ലമേഷൻ ഒന്ന് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻഫ്ലമേഷൻ വരാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലിയിലൂടെ നമുക്ക് ഈ ഒരു ഇൻഫ്ലമേഷൻ ശരീരത്തിൽ ഇല്ലാതാക്കാൻ സഹായിക്കും. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ അണുബാധയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനം തന്നെ ഉണരുന്നുണ്ട്. പുറത്തു നിന്ന് വരുന്ന വസ്തുവിനെതിരെ പോരാടാനുള്ള ഒരു സന്ദേശം പ്രതിരോധ സംവിധാനം കോശങ്ങൾ കൊടുക്കും. ഈ പോരാട്ടത്തിന് ശരീരത്തിൽ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനും നീരിനും ചുവപ്പിനും നിറത്തിനും വേദനയ്ക്കും ഒക്കെ ഇതാണ് കാരണം. കുറഞ്ഞൊരു നേരം കൊണ്ട് തന്നെ ഈ നീർക്കെട്ട് ശരീരം സ്വയം സുഖപ്പെടുത്തുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായതിനാൽ ഭയപ്പെടാനുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഈ നീർക്കെട്ട് നമ്മൾ ദീർഘകാലം വെച്ചുകൊണ്ടിരിക്കരുത്. അത് പലപ്പോഴും നമുക്ക് ആർത്രൈറ്റിസ്, ഹൃദ്രോഗം, പ്രമേഹം, മറവി രോഗം, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഇതിനൊക്കെ ഒരു കാരണമായി തീരും. അത് ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ വിട്ടുമാറാത്ത ക്ഷീണം ഉണ്ടാവും, നിരന്തരമായിട്ട് നമുക്ക് ഒരു ഉറക്കമില്ലായ്മ ഉണ്ടാവും, സന്ധികൾക്കൊരു പിടുത്തം ഉണ്ടാവും, ചർമ്മ പ്രശ്നങ്ങൾ, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതിസാരം, മലബന്ധം, അതുപോലെ ആസിഡ് റിഫ്ലക്സ്, ദഹന പ്രശ്നങ്ങൾ, വിഷാദ രോഗം, ഉത്കണ്ഠ, മൂടുമാറ്റം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ, അകാരണമായിട്ടുള്ള ഒരു നഷ്ടബോധം പോലെയുള്ള ഒരു പ്രശ്നങ്ങളോ, ഇടയ്ക്കിടയ്ക്ക് പനിയും ജലദോഷവും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. ചിലതരം ഭക്ഷണക്രമങ്ങൾ ശരീരത്തിലെ നീർക്കെട്ട് വർദ്ധിപ്പിക്കുമ്പോൾ പലതരം ഭക്ഷണങ്ങൾ ഇവയെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. ബേക്ക് ചെയ്ത ഭക്ഷണം, വറുത്ത ഭക്ഷണം, അമിതമായി പഞ്ചസാര ചേർത്ത വിഭവം, റെഡ് മീറ്റ്, സംസ്കരിച്ച മാംസം ഇവയൊക്കെ നീർക്കെട്ട് കൂട്ടുന്നതാണ് കേട്ടോ. അതേസമയം പഴങ്ങളും പച്ചക്കറികളും മുഴുവനായിട്ടുള്ള ധാന്യങ്ങളൊക്കെ ചേർന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കുന്നത്, ഡയറ്റൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നതൊക്കെ ഈ നീർക്കെട്ട് കുറയ്ക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡുകളൊക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ചെറുമീനുകളും ഫൈബറും പ്രോബയോട്ടിക്സ് ഒക്കെ അടങ്ങിയ ഡയറ്റ് നമ്മുടെ വയറിൻ്റെയും കുടലിൻ്റെയും ഒക്കെ ആരോഗ്യകരമായ ബാക്ടീരിയകളെയൊക്കെ വളർത്തുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. അതുപോലെ മഞ്ഞൾ ഉപയോഗിക്കുന്നത് ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ആര്യവേപ്പിലയും മഞ്ഞളും കൂടെയൊക്കെ അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് വെറും വയറിൽ വളരെ ഒരു നെല്ലിക്കയുടെ പകുതി മതി, ഒരു കുഞ്ഞ് ഉരുളയായിട്ടൊക്കെ തന്നെ കഴിക്കുന്നത്, ചൂടുവെള്ളത്തിന് കൂടെ കഴിക്കുന്നതൊക്കെ ഇതുപോലുള്ള ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഈ രീതിയിലൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിനൊന്നും അധികം ചിലവില്ലാത്ത കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തിരഞ്ഞെടുത്ത് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ളതായിരിക്കും. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫ്ലമേഷൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരിലും കാണുന്നതാണ്. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.